നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലെ ഒരു മനോഹരമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. സ്കൂൾ കാലഘട്ടത്തിൽ നമുക്കെല്ലാം മനോഹരമായിട്ടുള്ള കാര്യങ്ങളല്ലേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഞാനൊക്കെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാട്ടോ നമ്മുടെ പഴയ സ്കൂൾ കാലഘട്ടത്തെ കുറിച്ച്. സ്കൂളിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുന്നതും, തോട്ടി ചാടാൻ പോകുന്നതും, എന്തെങ്കിലും കിട്ടിയാല് ഫ്രണ്ട്സിനുമായിട്ട് ഷെയർ ചെയ്യുന്നതും, ഇത്രയും മനോഹരമായ ഒരു കാലഘട്ടം ഇല്ലേ. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾക്ക് പഴയ പോലെ ആകാൻ പറ്റിയായിരുന്നല്ലോ, കുഞ്ഞാകാൻ പറ്റിയായിരുന്നെങ്കിലോ, കുഞ്ഞായിട്ടിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെയാണ് നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാര്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർമാര്, ഏറ്റവും പേടിയുള്ള ടീച്ചർമാര്. അതേപോലെ ചില ടീച്ചർമാരുടെ അടുത്തും നമുക്ക് ഉണ്ടാവുന്ന ഓരോ അനുഭവങ്ങളും ഉണ്ട്. നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പോലെ ആയിരിക്കില്ല പലപ്പോഴും ഓരോ ടീച്ചർമാര്. അതേപോലെ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പോൾ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെ കണ്ടു. ഒരനുഭവം ഉണ്ടായി. ഇനിയും വേണമെന്ന് വിചാരിച്ച് ശരിയെങ്കിലും കുറച്ചു നേരം അനങ്ങാതെ നിന്നെങ്കിലും എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല ടീച്ചറുടെ അടുത്ത് മിണ്ടാതിരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പോയി സംസാരിച്ചു. ടീച്ചറെ എന്തെടുക്കുന്നു, സുഖമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് ചോദിച്ചു, സുഖമായിട്ടിരിക്കുന്നു, എന്തെടുക്കുക എന്നൊക്കെ ചോദിച്ചു. ജോലിയായോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചറെ ജോലിയായി, അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവായിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ടീച്ചറിൻ്റെ സന്തോഷം. അപ്പം ഞാൻ ഓർത്തു, അയ്യോ ഈ ടീച്ചറിനെയൊക്കെ പേടിച്ച് മിണ്ടാതെയൊക്കെ നടന്ന നമ്മള്, മനസ്സിൽ നമുക്ക് പേടിയാണല്ലോ. നമ്മുടെ ക്ലാസ് ടീച്ചറും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ടീച്ചർമാരാണല്ലോ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ടീച്ചറിനെ പോലെ ആവണം സത്യം പറഞ്ഞാൽ. ആ ടീച്ചറിന്റെ പേര് ബെറ്റി എന്നാട്ടോ ടീച്ചറിന്റെ പേര്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അതേപോലെ കാര്യം അന്വേഷിച്ചു. മോളെ എന്നെ അടുക്കുക, കല്യാണം കഴിഞ്ഞോ, ജോലിയായോ, എവിടെയാ ജോലി ചെയ്യുന്നത്, ഇപ്പം എവിടെയാ താമസിക്കുന്നത്, അത്ര കാര്യമായിട്ട് അന്വേഷിച്ചു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ഇടത്തരം ആയിട്ട് പഠിക്കുന്ന ഒരു വലിയ പഠിപ്പിച്ചിട്ടൊന്നുമല്ല കേട്ടോ. നമുക്കെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അതായത് നമ്മുടെ മെയിനായിട്ട് വരുന്നൊരു ടീച്ചറാണല്ലോ നമുക്ക് എപ്പോഴും പൊതുവെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ഈയിടെ പുറത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ടീച്ചറിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓടിച്ചെന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 2 വാക്കും മിണ്ടിയെന്നല്ലാതെ ടീച്ചർ ഒരുമാതിരി നമ്മളെ ഒഴിവാക്കുന്ന രീതിയിൽ സംസാരിച്ചു. ഇത്രയും വർഷം നമ്മൾ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന നമ്മുടെ ടീച്ചർ, ആര് ചോദിച്ചാലും നമ്മൾ ഈ ടീച്ചറിന്റെ ഒക്കെ പേരായിരിക്കും പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഈ ടീച്ചർമാരെന്ന് പറഞ്ഞാൽ ഈ അംഗൻവാടി ആയാലും കോളേജ് ആയാലും എവിടെ സ്കൂളായാലും എന്തായാലും ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതങ്ങനെ വിഷമമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മനസ്സിലോർത്തത് എന്തായിരിക്കും ടീച്ചർ അങ്ങനെ എന്നോർത്ത്. പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തായാലും ഈ ക്ലാസ് റൂമുകളിൽ ഈ നന്നായിട്ട് പഠിക്കുന്ന ടോപ്പിൽ നിൽക്കുന്ന 1-2 പിള്ളേർ ഇഷ്ടമാണെങ്കിൽ പിന്നെ ടീച്ചർമാർക്ക് ഇഷ്ടം ഈ ഒട്ടും പഠിക്കാതെ ഉഴപ്പി നടത്തുന്ന തോറ്റ് അടി ഉണ്ടാക്കി കിടക്കുന്ന ആൺപിള്ളേരെയാ. എന്നാൽ അതേ സ്ഥാനത്തുള്ള പെൺപിള്ളേരെ ഒട്ടും ഇഷ്ടമല്ലതാനും അവരെ ശ്രദ്ധിക്കത്തുമില്ല. അതേപോലെ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പോൾ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെ കണ്ടു. ഒരനുഭവം ഉണ്ടായി. ഇനിയും വേണമെന്ന് വിചാരിച്ച് ശരിയെങ്കിലും കുറച്ചു നേരം അനങ്ങാതെ നിന്നെങ്കിലും എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല ടീച്ചറുടെ അടുത്ത് മിണ്ടാതിരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പോയി സംസാരിച്ചു. ടീച്ചറെ എന്തെടുക്കുന്നു, സുഖമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് ചോദിച്ചു, സുഖമായിട്ടിരിക്കുന്നു, എന്തെടുക്കുക എന്നൊക്കെ ചോദിച്ചു. ജോലിയായോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചറെ ജോലിയായി, അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവായിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ടീച്ചറിന്റെ സന്തോഷം. അപ്പം ഞാൻ ഓർത്തു, അയ്യോ ഈ ടീച്ചറിനെയൊക്കെ പേടിച്ച് മിണ്ടാതെയൊക്കെ നടന്ന നമ്മള്, മനസ്സിൽ നമുക്ക് പേടിയാണല്ലോ. നമ്മുടെ ക്ലാസ് ടീച്ചറും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ടീച്ചർമാരാണല്ലോ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ടീച്ചറിനെ പോലെ ആവണം സത്യം പറഞ്ഞാൽ. ആ ടീച്ചറിന്റെ പേര് ബെറ്റി എന്നാട്ടോ ടീച്ചറിന്റെ പേര്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അതേപോലെ കാര്യം അന്വേഷിച്ചു. മോളെ എന്നെ അടുക്കുക, കല്യാണം കഴിഞ്ഞോ, ജോലിയായോ, എവിടെയാ ജോലി ചെയ്യുന്നത്, ഇപ്പം എവിടെയാ താമസിക്കുന്നത്, അത്ര കാര്യമായിട്ട് അന്വേഷിച്ചു. ഇപ്പോഴത്തെ ടീച്ചർമാരായാലും ഈ അംഗൻവാടി കോളേജ് സ്കൂള് എല്ലാ ടീച്ചർമാരും
എന്തോ ഒരു കടമ പോലെയെല്ലാം ചെയ്യുന്നത്. അത് കുട്ടികളും ടീച്ചർമാരും തമ്മിലൊരു ആത്മബന്ധം വേണം എന്തൊക്കെ പറഞ്ഞാലും. അതേപോലെ തന്നെ പഠിക്കാത്ത ആൺപിള്ളേരെ ഇഷ്ടമെന്ന് പറയുമ്പോൾ ചിലർ പറയാൻ ചിലപ്പോൾ നിങ്ങൾ പെൺകുട്ടിയായോണ്ട് അങ്ങനെ തോന്നുന്നത്. പക്ഷെ അങ്ങനെ ഒട്ടും പഠിക്കാത്ത ആൺപിള്ളേരെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഒട്ടും പഠിക്കാത്ത പെൺപിള്ളേരെ ശ്രദ്ധിക്കണ്ടേ ക്ലാസ്സുകളിൽ? അത് ഞാൻ പഠിച്ച ക്ലാസ്സിൽ ഞാൻ കണ്ടില്ല, ഒട്ടും പഠിക്കാത്ത പെൺപിള്ളേരെ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളൊക്കെ ഒരു ഇടത്തരം നിൽക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ ഒരു തട്ടിമുട്ടി അങ്ങ് പോയി, അത്ര തന്നെ.